പഴം കൊണ്ടുള്ള അടിപൊളി വെറൈറ്റി ചായക്കടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു പാനിലോട്ട് 2 സ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 3 പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തത്. 3 നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം വഴറ്റിയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ട് ഇതുപോലെ ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽട്ടാക്കി എടുത്തതാണ്. അത് മൊത്തത്തിൽ നമുക്കിതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് അരിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ സമയത്ത് ഒരു ലോ ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ശർക്കര പാനിയിലേക്ക് പൊടികളും തേങ്ങയും ഈ പഴവും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ വാഴയിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും എടുത്തിട്ട് ഇതിലേക്ക് നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മടക്കിയിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പഴത്തിൻ്റെ മിക്സും ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചത് മൊത്തത്തിൽ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് മാത്രം ഇത് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റും. കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി വേറെ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. അപ്പോൾ അതിന് നമുക്ക് 3 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആദ്യം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. പഴം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മൈദ വേണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മൈദ ഇല്ലാണ്ടും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ടെടുക്കാം. അതിലേക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയപ്പച്ചട്ടിൻ്റെ അടിയിലായിട്ട് പഴയ മൂടിയോ തളികയോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണേ. പിന്നെ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസിൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലത്തെ നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഇത് മിക്സിയിലൊന്നും അരക്കരുത്. ഇതുപോലെ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ മറ്റോ ഇതുപോലെ നല്ലോണം ഉടച്ചു കൊടുക്കാം. ഇത് ഉടച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് അധികം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് കുറച്ചൊന്ന് കട്ടിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ മാത്രം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ കുറച്ച് കയ്യിൽ ഓയിലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഉന്നക്കായിൻ്റെ എല്ലാം ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി വേറെ പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ ഉന്നക്കായി എങ്ങനെയാണോ പൊരിക്കുന്നത് അതേപോലെ തന്നെ ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചായക്കടിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് എടുക്കണേ. എന്നിട്ട് നമ്മൾ ഇതേപോലെ നെയ്യിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് സൈഡിലോട്ടായി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, അരക്കപ്പ് തേങ്ങ ചിരകിയതും, ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓവറായിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പഴത്തിൻ്റെ കൂടെ നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഉടച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇത്രേ വേണ്ടൂ. ഇത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂണ് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് മസാലയിൽ മാത്രം മതിയെങ്കിൽ ഇതിലിടണമെന്നില്ല കേട്ടോ. ഇനി ഇതിൽ കുറച്ച് പാലും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ നമ്മൾ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ദോശയെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് നേരിയതായിട്ട് നമ്മൾ ചുട്ടെടുക്കണം. മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. വേണമെങ്കിൽ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. തിരിച്ചിട്ട് കൊടുത്താൽ തന്നെ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യരുത്, വേഗം തന്നെ എടുക്കണേ. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്ത മെഷർമെൻറ്റിൽ ഇതുപോലത്തെ 2 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി എടുത്താൽ മതിയാവും. അപ്പം നമ്മൾ ഇതുപോലെ ആദ്യം 2 ഭാഗത്തു നിന്നും ചെറുതായിട്ട് മടക്കുക. എന്നിട്ട് ബാക്കിയുള്ള 2 സൈഡും കൂടി ഇതുപോലെ മടക്കിയിട്ട് വെക്കാം. ചൂടോടെ തന്നെ ചെയ്യണേ, എന്നാലേ ഇതിങ്ങനെ ഒട്ടി നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ 4 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.